നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ ജോലി ചെയ്തതിനിടയിൽ കാണാതായ യുവതി ഒടുവിൽ നാട്ടിലെത്തി. മലപ്പുറം സ്വദേശി ഹസീനയാണ് നാട്ടിൽ എത്തിയത്. മുംബൈ വിമാനത്താവളത്തിലെത്തിയ ഹസീനയെ മകൻ മുഹമ്മദ് റിഷാദ് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. കുവൈറ്റിൽ ഹൌസ് മെയ്ഡ് വിസയിൽ ജോലിക്ക് പ്രവേശിച്ച ഉമ്മയെപ്പറ്റി 15 ദിവസമായി യാതൊരു വിവരമില്ല എന്ന് കാട്ടി മകൻ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ എംബസി കാര്യമായ ഇടപെടൽ നടത്തിയിരുന്നില്ല. കുവൈറ്റിലെ മനുഷ്യാവകാശ പ്രവർത്തകരായ അൻഷാദിന്റെയും സുദീഷയുടെയും ഇടപെടലുകളാണ് ഫലം കണ്ടത്. മാതാവിനെ പറ്റി യാതൊരു വിവരവും അറിയാതെ നിസ്സഹായ അവസ്ഥയിലായ മകന്റെ വാർത്ത പ്രവാസി മലയാളിയും പലകുറിയാണ് നൽകിയത്. കുവൈറ്റിലെ പോലീസ് ഓഫീസറായ അറബിയുടെ വീട്ടിലാണ് 1.5 വർഷമായി ഹസീന ജോലി ചെയ്തിരുന്നത്. കുട്ടിയെ നോക്കുന്നതിനിടയിൽ യാതൊരു കാരണവുമില്ലാതെ അറബി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മൊബൈൽ ഫോണും തല്ലിത്തകർത്തു. തന്നെ ഉപദ്രവിക്കരുത് എന്നും നാട്ടിൽ കയറ്റി അയക്കണമെന്നും അറബിയോട് കൈകൂപ്പി അപേക്ഷിച്ചിട്ടും അയാൾ കനിഞ്ഞില്ല. പിന്നീട് കുറ്റവാളികളെ പോലെ 15 ദിവസം ഒരു മുറിയിലിട്ട് കൃത്യമായ ഭക്ഷണം പോലും നൽകാതെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. വസ്ത്രം പോലും മാറാൻ കഴിയാതെ മുറിയിൽ കഴിഞ്ഞു. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. മകന്റെ ആവശ്യത്തെ തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പോലീസുമായി ബന്ധപ്പെട്ടതോടുകൂടിയാണ് തന്നെ സാഫിർ ജയിലിലേക്ക് മാറ്റിയത്. തുടർന്ന് മുംബൈയിലേക്ക് ടിക്കറ്റ് നൽകി അയക്കുകയായിരുന്നു. ഫോണില്ലാതെ വന്നതോടുകൂടി മറ്റൊരാളുടെ മൊബൈൽ വാങ്ങി ബന്ധുക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. ദുബായിൽ നിന്നും മകൻ തന്നെ മുംബൈ വിമാനത്താവളത്തിൽ തേടിയെത്തി. ജോലി ചെയ്ത സ്ഥലത്തു നിന്നും യൂണിഫോം പോലും മാറാതെ തന്റെ അരികിലെത്തിയ മകനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതോടുകൂടി വേദനകൾ മാറുകയായിരുന്നു. പിന്നീട് ഇരുവരും നിലമ്പൂരിലുള്ള വീട്ടിലെത്തി. ഇനിയും തിരികെ അറബി നാട്ടിലേക്ക് ഇല്ല എന്ന് ഹസീന പറയുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തെ ശമ്പളവും നൽകിയിട്ടില്ല. ഒരു കാരണവുമില്ലാതെ അറബി മുഖം തല്ലിച്ചതച്ചതിനേക്കാൾ വേദനയാണ് ഇപ്പോൾ നാട്ടിലെ ചിലരുടെ കുത്തുവാക്കുകൾ. താൻ മറ്റ് ചില മോശം പ്രവർത്തിക്കാണ് പോയതെന്നും അതിന് തന്നെ അറസ്റ്റിലാക്കപ്പെടുകയും താൻ ജയിലിലായിരുന്നു എന്നൊക്കെയാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ തനിക്ക് ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് ഭാഗ്യമെന്നാണ് ഹസീന പറയുന്നത്. അതുപോലെ തന്നെ സുരക്ഷിതമായി ജോലി നൽകാമെന്ന് പറഞ്ഞ് ഗൾഫ് രാജ്യത്തെത്തിച്ച ഏജന്റും ആപത്ത് വന്നപ്പോൾ സഹായിച്ചില്ല എന്നും ഹസീന പറയുന്നു. ഇതുപോലെ നിരവധി വീട്ടമ്മമാരെ ഏജന്റുമാർ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഉമ്മയെപ്പറ്റി 15 ദിവസമായി ഒരു വിവരവുമില്ല എന്നുള്ള മകന്റെ പരാതി ഇങ്ങനെയായിരുന്നു. തന്റെ മാതാവ് ഹസീന 1.5 വർഷമായി കുവൈറ്റിൽ ഒരു അറബിയുടെ വീട്ടിലാണ് ജോലി ചെയ്തിരുന്നത്. ഏപ്രിൽ 21 വൈകിട്ട് മുതൽ തന്റെ അമ്മയെപ്പറ്റി യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. 21 വൈകിട്ട് 7 മണിയോടെയാണ് ഓൺലൈനിൽ വാട്സാപ്പിൽ അവസാനമായി കണ്ടത്. പിന്നീട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. സ്പോൺസറുമായി ബന്ധപ്പെട്ടപ്പോൾ അവശ്വസനീയമായ വിവരങ്ങളാണ് നൽകിയത്. മാതാവിനെ പോലീസിന് കൈമാറിയതായി ഒരു തവണ പറഞ്ഞു. പിന്നീട് ഹസീനയെ ഖത്തർ വിമാനത്താവളത്തിലേക്ക് അയച്ചതായി മെയ് 1 ഇന്ത്യയിൽ എത്തുമെന്നും അയാൾ പറഞ്ഞിരുന്നു. അതിനുശേഷം സ്പോൺസറുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ഹസീന നാട്ടിൽ സുരക്ഷിതയായി എത്തിയിരിക്കുകയാണ്.